ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ത്രികോണ മത്സരത്തിൻ്റെ ചൂടറിഞ്ഞ മണ്ഡലമാണ് തൃശൂർ. മുൻമന്ത്രി വി.എസ്. സുനിൽകുമാർ LDFന് വേണ്ടി കളത്തിലിറങ്ങിയതോടെ അന്തരീക്ഷം മാത്രമല്ല മത്സരവും ചൂടുപിടിച്ചു തുടങ്ങി. തൃശൂർ സഖാവ് വി.എസ്. സുനിൽകുമാർ മക്കളെ അങ്ങോട്ട് നോക്കണം. ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട തൃശൂർ മണ്ഡലം ഇത്തവണ LDF തിരിച്ചു പിടിച്ചിരിക്കും. ഈ തൃശൂർ എനിക്കൊന്ന് വേണം. ഈ തൃശൂർ ഞാൻ ഇങ്ങെടുക്കുക. ഈ തൃശൂർ നിങ്ങൾ എനിക്ക് തരണം. ഈ തൃശൂർ എനിക്കൊന്ന് വേണം. നമ്മളൊന്നും എടുക്കുന്നതല്ലല്ലോ, നമ്മൾക്ക് ജനങ്ങൾ ഇങ്ങോട്ട് തരുന്നതാണ്. അപ്പം എനിക്കൊന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ അവിടെ ഉള്ള ആളാണ്. ഞാൻ അവിടെ നിന്നിട്ട് പിന്നെ എടുക്കേണ്ട കാര്യമില്ല. അത് വൈകാരികമായിട്ട് അന്നേരം തോന്നിയത് പറഞ്ഞതാണ്. അന്നേരം തോന്നി ഈ തൃശ്ശൂർ എനിക്ക് വേണമെന്ന്, നിങ്ങൾ എനിക്ക് തരണമെന്ന് അഭ്യർത്ഥിച്ചു. എന്നിട്ടാ പറഞ്ഞ് ഞാൻ എടുക്കുന്നു. എനിക്ക് ഈ തൃശ്ശൂർ വേണം, ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങ് എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നാലാണ് എടുക്കുന്നത്. അതിനിയും അങ്ങനെ തന്നെ തന്നാൽ എടുത്തിരിക്കുന്നു. തരൂല. എന്ത് തരൂലെന്ന്? സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റില്ല എന്ന് പറയില്ലേ, അതാണ് എൻ്റെ കാര്യം. സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തോന്നുന്ന സ്നേഹം, അത് നമുക്ക് പിടിച്ചു വാങ്ങേണ്ട കാര്യമല്ല. ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങ് എടുക്കുക. സുരേഷ് ഗോപി തൃശൂരിൽ ക്യാമ്പ് ചെയ്ത് തുടങ്ങിയിട്ട് കുറേ നാളായി. ഗുരുവായൂരിലെ ക്ഷേത്ര നഗരിയിലാണ് സ്ഥാനാർത്ഥി തമ്പടിച്ചിരിക്കുന്നത്. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവർണ്ണനെ ഗുരുവായൂരമ്പല നടയിൽ. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവർണ്ണനെ ഗുരുവായൂരമ്പല നടയിൽ. പാർട്ടി അനൗൺസ് ചെയ്തതിന് ശേഷം, അതിനു മുമ്പ് അതിനെക്കുറിച്ചൊന്നും, പക്ഷേ തൃശ്ശൂർ തന്നെ ഉണ്ടാവും. രാജീവലോചനൻ എന്റെ കണ്ണൻ, പൂനിലാവിന്റെ കണ്ണൻ, മണിമുരളികയൂതി എന്റെ മുന്നിൽ വന്നു നീ, പുൽകി നിന്നു നീ. അന്തരീക്ഷത്തിലും ചൂട്, എല്ലാവരുടെയും ഉള്ളിലും ചൂട് അല്ലേ? ചൂടോടുകൂടിയുള്ള പോരാട്ടമാണ്. ഉഷ്ണേന ശാന്ത എന്ന് പറയുന്ന പോലെ ഈ ചൂടിനെ ചൂടുകൊണ്ട് തന്നെ നമുക്ക് അതിജീവിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ എന്റെ കയ്യിലെ ചൂട് നീ അറിയോ, നല്ല തണുപ്പാണല്ല. പിന്നെ തൃശ്ശൂരിലൊരു ചൂട് വർദ്ധിപ്പിക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ടാവും. അത് കുഴപ്പമില്ല, നമുക്ക് നമുക്ക് അതിജീവിക്കാൻ കഴിയുന്ന സാഹചര്യം തൃശ്ശൂരുണ്ട്. അരിയുടെ രാഷ്ട്രീയം തിളച്ചുമറിയുന്നതും തൃശ്ശൂരിൽ തന്നെ. സൗജന്യ അരി സംസ്ഥാനത്തിന് ഇല്ലെങ്കിൽ എന്താ, രാഷ്ട്രീയ അടുപ്പുകളിൽ അരി തിളച്ചു തൂവുന്നു. അതെ സാറേ, ഈ സാധാരണക്കാരുടെ മനസ്സിൽ കയറി പറ്റണമെങ്കിൽ നമ്മൾ കളി വേറെ കളിക്കണം. ഓരോ കുടുംബത്തിലോട്ടും ഒരു 10 കിലോ അരി. ഇവിടെ ഒരു പ്രളയം ഉണ്ടായിരുന്നല്ലോ 2018 2019. അന്ന് കേരളത്തിന് അരി ലഭിക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു, സൗജന്യമായ അരി കിട്ടണമെന്നാവശ്യപ്പെട്ടു. പക്ഷെ കേന്ദ്രം നമുക്ക് സൗജന്യമായിട്ട് അരി തന്നില്ല. അരിയില്ല. നമ്മളെ സഹായിക്കാൻ വരാത്ത കേന്ദ്ര ഗവൺമെൻറ് പെട്ടി ഓട്ടോറിക്ഷയിൽ അരിച്ചാക്ക് വെച്ച് ഞങ്ങൾ അരി കൊണ്ടുപോകുന്നു, അടിയൻ ലച്ചിപ്പോം എന്ന് പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അത് രാഷ്ട്രീയ അരി എന്ന് മാത്രമല്ല, അതിന് വേറെ എന്തെങ്കിലും പേരിട്ട് വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. കേന്ദ്രത്തിൽ തൃശ്ശൂരിൽ നിന്നൊരു മന്ത്രി, ഇതാണ് BJP നൽകുന്ന വാഗ്ദാനം. മോദിയുടെ ഗ്യാരണ്ടിയല്ല, കെ സുരേന്ദ്രന്റെ ഗ്യാരണ്ടി. തോറ്റ സുരേഷ് ഗോപി നേരത്തെ തന്നെ പറഞ്ഞു മത്സരിക്കാനുണ്ട്. സുരേഷ് ഗോപി കഴിഞ്ഞ തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചെറിയ വോട്ടിന് തൃശ്ശൂരിൽ പരാജയപ്പെട്ട തൃശ്ശൂരിന്റെ വികസനവുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും മോദി സർക്കാരാണ്. ഇവിടെ മന്ത്രി ഇല്ലാതെ തന്നെ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ ഒരു മന്ത്രി കൂടി തൃശ്ശൂരിൽ നിന്നുണ്ടാവുമ്പോൾ എന്തുമാത്രം വികസനം നമ്മുടെ നാട്ടിലുണ്ടാവും. ഇനി കിട്ടാതിരിക്കോടാ, എന്റെ തലേ കിട്ടും. എനിക്കങ്ങോട്ടും ആര് വിചാരിച്ചാലും തൃശ്ശൂരിൽ BJP ജയിപ്പിക്കാൻ കഴിയില്ല. ആര് വിചാരിച്ചാലും അരിയാഹാരം കഴിക്കുന്ന ഏത് മലയാളിക്ക് അറിയാം, പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്ക് അറിയാം. ഇനി ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ജയിക്കണോടാ, ഒരു പ്രാവശ്യമെങ്കിലും. തൃശ്ശൂരുകാർ നല്ല ബുദ്ധിയുള്ളവരാണ്. അവർക്കൊക്കെ ആരുടെ സ്നേഹമാണ്, സുരേഷ് ഗോപിയുടെ സ്നേഹമാണോ അതല്ല വ്യാജ സ്നേഹമാണോ, പ്രതാപന്റെ വ്യാജ സ്നേഹമാണോ എന്ന് അവർ അസലായിട്ട് മനസ്സിലാക്കും ഈ തെരഞ്ഞെടുപ്പിൽ. സ്നേഹമല്ലേ അച്ഛാ അഖിലസാഗരം മൊരി എന്നല്ലേ അച്ഛാ?
കേരളത്തിൽ BJPയുടെ സീറ്റ് 2 അക്കം കടക്കും എന്നാണ് മോദിയുടെ ഗ്യാരണ്ടി. ഈ പറയുന്ന മറ്റു ഗ്യാരണ്ടികളെല്ലാം വെറും ആഗ്രഹങ്ങളാണ് എന്ന് മനസ്സിലായല്ലോ. അതിരിക്കട്ടെ ബോസ്, നമ്മൾ ഏറ്റെടുത്ത കേരള ഓപ്പറേഷൻ എന്തായി? केरला ऑपरेशन 2019 में केरला ने बीजेपी एनडीए को डबल डिजिट में वोट दिया था. 2024 में केरला डबल डिजिट में सीट देने का मन बना रहा है. 2019 BJPയുടെ വോട്ടിംഗ് ശതമാനം 2 അക്കത്തിലേക്ക് ഉയർത്തിയ മലയാളികളോട് പ്രധാനമന്ത്രി ഇപ്രാവശ്യം അഭ്യർത്ഥിക്കുന്നു 2024 സീറ്റുകളുടെ എണ്ണം 2 അക്കത്തിലേക്ക് എത്തിക്കണം. ഇരട്ട അക്ക ശരിയാ, 0-0 വന്ന ഇരട്ട അക്കായി. ആള് കോമഡിയാണല്ലേ? എന്താ ചേട്ടന് കോമഡി ഇഷ്ടല്ല? കോമഡിക്ക് ഒരു നേരവും കാലമൊക്കെ ഉണ്ട്. ഇരട്ട അക്ക ശരിയാ, 0-0 വന്ന ഇരട്ട അക്കായി. അല്ല, അവര് സംപൂജ്യരാകുന്ന പാർട്ടി EP ജയരാജന്റെ പാർട്ടിയാ, ഗോവിന്ദൻ മാഷ പാർട്ടിയാ? ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് ഈ വീരവാദം വേണോ? ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന്.